ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരിടവേളയ്ക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുവാനായിട്ട് ഇടയാകുന്നത്. തുടർമാനമായ ഒരു ദൈവവചന പഠനം എന്ന നിലയിലാണ് ഈ വീഡിയോ ചെയ്യുവാനായിട്ട് ആരംഭിച്ചത്. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിലൂടെയും ഒരു യാത്ര എന്ന നിലയിൽ അതിൻ്റെ ഓരോ വാക്യങ്ങളും ഓരോ അധ്യായങ്ങളും അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം, പ്രധാനപ്പെട്ട വ്യക്തികൾ, സംഭവങ്ങൾ, അതിലെ ഉപദേശ സത്യങ്ങൾ എന്നിവ മായം ചേർക്കാതെ ദൈവവചനത്തിൽ നിന്ന് തന്നെ അതിനെ പൊരുളതിരിച്ച് പഠിപ്പിക്കുന്ന എന്ന നിലയിൽ, ഒരു പഠനം എന്ന നിലയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ചിലർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് ഞാൻ ക്രിസ്തയേശുവിൽ വിശ്വസിക്കുകയാണ്. ദൈവവചനത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് ഇതൊരു ഉപകാരപ്രദമാകും. ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത മറ്റാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് പ്രയോജനകരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവവചന പഠനം ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുണ്ട്. ആദ്യത്തെ 4 പുസ്തകങ്ങൾ സുവിശേഷ പുസ്തകങ്ങളാണ്. 5-ാമത്തെ പുസ്തകം അപ്പോസ്തല പ്രവർത്തികൾ എന്നറിയപ്പെടുന്ന ചരിത്ര ഗ്രന്ഥമാണ്. തുടർന്നുള്ള 21 പുസ്തകങ്ങൾ ലേഖനങ്ങളാണ്. അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ, യേശുക്രിസ്തു ഈ ഭൂമിയിലെ ഐഹിക ജീവിത ശുശ്രൂഷ കാലയളവിൽ താൻ തൻ്റെ ശിഷ്യന്മാരെ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെ പഠിപ്പിച്ച, സഭയ്ക്ക് കൈമാറാനായിട്ട് പഠിപ്പിച്ച ഉപദേശ സത്യങ്ങൾ, സഭ എപ്രകാരം ആയിരിക്കണം, എങ്ങനെയാണ് സഭ വളരേണ്ടത്, ക്രിസ്തുവിൽ എങ്ങനെ സഭയായിരിക്കണം എന്നുള്ള ഉപദേശങ്ങൾ, പദ്യോപദേശങ്ങൾ ആണ് ലേഖനങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. 21 ലേഖനങ്ങളുണ്ട്. ലേഖനങ്ങളുടെ പഠന സമയത്ത് അതിൻ്റെ വിശദീകരണങ്ങൾ മുഖവുരകളായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അവസാന പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. അത് ഏക പ്രവചന പുസ്തകമാണ്. സഭയുടെ ഭാവി അല്ലെങ്കിൽ സകലത്തിൻ്റെയും ഭാവിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മനോഹരമായ പുസ്തകത്തോടുകൂടെ പുതിയ നിയമം മാത്രമല്ല, വിശുദ്ധ വേദപുസ്തകം തന്നെ അവസാനിക്കുകയാണ്. 66-ാമത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഇവിടെ മത്തായി എഴുതിയ സുവിശേഷത്തിലൂടെ നമ്മൾ ഒരു യാത്ര പോയി അങ്ങനെ ഓരോ പുസ്തകങ്ങളിലൂടെ വെളിപ്പാട് പുസ്തകം വരെ എത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു നീണ്ട പഠന പരമ്പരയായിട്ടായിരിക്കും ഇത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഹൃദയത്തിൽ കർത്താവ് എനിക്കൊരു പ്രേരണ തന്നതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ദൈവവചനത്തിൽ ഞാൻ എല്ലാം പഠിച്ച് പൂർത്തിയായ ഒരു വ്യക്തിയല്ല. എൻ്റെ അറിവിൽ ഞാൻ ദൈവവചനത്തിലെ സത്യങ്ങൾ മായം ചേർക്കാതെ അതിനെ ബൈബിളിലെ വാക്യങ്ങൾ കൊണ്ട് തന്നെ പൊരുൾ തിരിച്ച് വേറെ വിശദീകരണങ്ങളോ വേറെ വ്യാഖ്യാനങ്ങളോ ഒന്നും കൂടാതെ തന്നെ ഞാൻ പഠിച്ച ആ പഠനത്തിനനുസരിച്ച് എൻ്റെ ആ പരിമിതമായ അറിവിൽ നിന്ന് ദൈവവചനത്തിൽ ഉള്ള കാര്യങ്ങൾ, അതിലെ വ്യക്തികൾ, പ്രധാന സംഭവങ്ങൾ, പ്രധാന ഉപദേശങ്ങളൊക്കെ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പ്രയോജനകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറിയ ചെറിയ വീഡിയോകളായിട്ടാണ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പുതിയ നിയമ പുസ്തകത്തിലെ വാക്യങ്ങളിലൂടെ ഒരു യാത്ര എന്നാണ് ഞാനിതിനൊരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യമായി നമ്മൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷമാണ് നോക്കുന്നത്. എല്ലാ വാക്യങ്ങളും പൊരുൾ തിരിച്ച് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി തരാനെന്ന് എന്നെക്കൊണ്ട് കഴിയില്ല. ഞാനും പഠിക്കുന്ന ഒരു പഠിതാവാണ്. ഞാൻ പഠിച്ച ആ കാര്യങ്ങളിൽ നിന്ന് എനിക്കറിയാവുന്ന വാക്യങ്ങൾ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഞാൻ ഈ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ വാക്യങ്ങളും പൊരുൾ തിരിച്ചില്ല, അർത്ഥം മനസ്സിലാക്കി തന്നില്ല എന്ന് വിമർശിക്കരുത്. അത് ഞാൻ മുന്നമേ ഒന്ന് പറഞ്ഞു വന്നേ ഉള്ളൂ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 28 അധ്യായങ്ങളുണ്ട്. മത്തായി ഈ സുവിശേഷം എഴുതുന്നത് യഹൂദന്മാരെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അവർ യഹൂദന്മാരായ വായനക്കാർക്ക് വേണ്ടിയാണ് താൻ ഈ സുവിശേഷം എഴുതുന്നത്. സുവിശേഷം എഴുതുമ്പോൾ യഹൂദന്മാർക്ക് വേണ്ടി യേശു ക്രിസ്തുവിനെ രാജാവായിട്ട് താൻ പരിചയപ്പെടുത്തി എഴുതുകയാണ്. അപ്പോൾ യേശു ക്രിസ്തു രാജാവായിട്ട്, രാജാതി രാജാവായിട്ട്, യഹൂദന്മാരുടെ അഭിഷിക്ത രാജാവായിട്ട് താൻ ഈ ഭൂമിയിൽ ചെയ്ത ശുശ്രൂഷകൾ, ചെയ്യുവാനിരിക്കുന്ന കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായിട്ട് യഹൂദന്മാരെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് വിശുദ്ധ മത്തായി സുവിശേഷം എഴുതുന്നത്. യേശു ക്രിസ്തു സാധാരണ ഒരു മനുഷ്യനായി ഇവിടെ വന്ന് ജനിച്ച് ക്രൂശിക്കപ്പെട്ട് അടക്കപ്പെട്ട് പോയി എന്ന് പറയുന്ന ആൾക്കാർക്ക്
അല്ല, ഉയർത്തെഴുന്നേറ്റ് യേശു രാജാതി രാജാവായി വീണ്ടും വരും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ആ മശിഹ തന്നെ, അല്ലെങ്കിൽ നസറായനായ യേശു തന്നെ മശിഹ, വാഗ്ദത്ത മശിഹ, ദാവീദിൻ്റെ സിംഹാസനത്തിലിരുന്ന് ഇസ്രായേലിനെ ക്യാപിറ്റലാക്കിക്കൊണ്ട് ലോകം മുഴുവനും ഭരിക്കുന്ന രാജാവ്, നിത്യരാജാവ് എന്ന നിലയിൽ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന ദൗത്യമാണ് വിശുദ്ധ മത്തായി ഇവിടെ ചെയ്യുന്നത്. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ആരംഭിച്ച സമയം മുതൽ ഏകദേശം 6 മാസത്തെ ശുശ്രൂഷ കഴിഞ്ഞ സമയത്താണ് മത്തായിയെ യേശുക്രിസ്തു തൻ്റെ ശിഷ്യനാക്കുന്നത്. ശിഷ്യൻ എന്നതിലുപരി അപ്പോസ്തലനാക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ശിഷ്യന്മാർ അനേകരുണ്ട്, അപ്പോസ്തലന്മാർ ആ സമയത്ത് 12 പേരെയാണ് ക്രിസ്തു തിരഞ്ഞെടുത്തത്. യേശുക്രിസ്തുവിൻ്റെ 12ാമത്തെ ശിഷ്യനും കൂടെയാണ് ഈ മത്തായി, അല്ലെങ്കിൽ ലേവി എന്നാണ് ഇദ്ദേഹത്തിന് മറ്റൊരു പേരുള്ളത്. ലേവി എന്ന പേരുള്ള മത്തായി. ഇസ്രായേലിനെ ആ സമയത്ത് റോമ സാമ്രാജ്യമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ഭരണാധികാരികളെ വെച്ച്, ഗവർണർമാരും നാടുവാഴികളെയൊക്കെ വെച്ച് റോമ ഗവൺമെൻറ്റാണ് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. റോമ ഗവൺമെൻറ് ഇസ്രായേലിനെ 3 ടാക്സ് മേഖലയായിട്ട് പിരിച്ചിട്ടുണ്ട്. 3 ടാക്സ് മേഖല, ഒന്ന് എരിഹോ ആണ്. എരിഹോ ഇസ്രായേലിൻ്റെ തെക്കേ അറ്റത്തുള്ള ഒരു വലിയ പട്ടണമാണ്, വ്യാപാര പട്ടണം. അവിടെ നിന്ന് ഒരു ഹൈവേ പോയി യോപ്പയിലേക്കും, യോപ്പയിൽ നിന്ന് കഫർനഹൂമിലേക്കും, അവിടെ നിന്ന് ദമസ്കോസിലേക്കും പോകുന്ന ഹൈവേ ഉണ്ട്. അപ്പോൾ ഈ എരിഹോയും അതിനുശേഷമായിട്ട് യോപ്പ, പിന്നെ കഫർനഹൂം, ഈ 3 സ്ഥലങ്ങളിലാണ് പ്രധാനപ്പെട്ട ടാക്സ് ഓഫീസ് റോമ ഗവൺമെൻറ്റിനുള്ളത്. അതിൽ കഫർനഹൂമിൽ ഏറ്റവും വലിയൊരു ടാക്സ് ഓഫീസുണ്ട്. ഇസ്രായേലിലെ 1ാമത്തെ ടാക്സ് ഓഫീസും കൂടെയാണ് കഫർനഹൂമിലേത്. അവിടുത്തെ ഒരു ഓഫീസറാണ് ലേവി എന്ന പേരുള്ള മത്തായി. യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷയിൽ ഇങ്ങനെ കടന്നു പോകുന്ന നേരത്ത് ഈ ഓഫീസിൽ യേശുക്രിസ്തുവിനെ അതിശയത്തോടെ നോക്കിക്കൊണ്ടിരുന്ന, തൻ്റെ പഠിപ്പിക്കലുകളിൽ ആഗ്രഹം പുലർത്തിയ ഈ ലേവിയെ യേശുക്രിസ്തു എന്നെ അനുഗമിക്കുക, എൻ്റെ അപ്പോസ്തലനായി തീരുക എന്ന് ക്ഷണിച്ചപ്പോൾ മടി കൂടാതെ തൻ്റെ ജോലി ഉപേക്ഷിച്ച് താൻ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ അനുഗമിക്കുവാനിടയായി. അനുഗമിച്ച ആ വേളയിൽ അന്ന് തന്നെ യേശുക്രിസ്തുവിന് തൻ്റെ വീട്ടിൽ വലിയൊരു വിരുന്ന് താൻ കൊടുക്കുവാനിടയായി. അനേകർ പങ്കെടുക്കുന്ന വലിയൊരു വിരുന്ന്, ഒരു ഫെസ്റ്റ് താൻ തൻ്റെ വീട്ടിൽ നടത്തി. അപ്പോൾ യേശുക്രിസ്തു ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്ന് പരീശന്മാർ അവിടെ ആക്ഷേപിക്കുകയും ചെയ്തു. എന്നാൽ ഈ ചുങ്കക്കാരനായിരുന്ന, അല്ലെങ്കിൽ ടാക്സ് കളക്ടറായിരുന്ന ലേവി യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിട്ട് മാറുകയായിരുന്നു അന്ന് മുതൽ. ഈ കാര്യങ്ങൾ മത്തായി തന്നെ എഴുതിയ സുവിശേഷത്തിൽ 9-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും, മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ മത്തായി സുവിശേഷം എഴുതുമ്പോൾ ഏകദേശം 60 പ്രവചന ഉദ്ധരണികൾ പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ച് ക്രിസ്തു മശിഹ എന്ന് തെളിയിക്കുവാനായിട്ട് താൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. യേശു ക്രിസ്തുവിനെ കുറിച്ച് യഹൂദന്മാരുടെ രാജാവ് എന്ന നിലയിൽ രാജാവ് എന്നും സ്വർഗരാജ്യമെന്നും നിറവേറി എന്നുമുള്ള 3 വാക്കുകളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വാക്കുകളെന്ന് പറയുന്നത്. ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ സ്വർഗരാജ്യം എന്നതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സ്വർഗരാജ്യവും ദൈവരാജ്യവും രണ്ടും രണ്ടാണോ ഒന്നാണോ? എന്തുകൊണ്ടാണ് വിശുദ്ധ മത്തായി സ്വർഗരാജ്യമെന്നും വിശുദ്ധ ലൂക്കോസും മർക്കോസും ഒക്കെ ദൈവരാജ്യമെന്ന് എഴുതിയിരിക്കുന്നത് അടുത്ത വീഡിയോയിൽ ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.